ട്രാൻസ്വേൾഡ് ഗ്രൂപ്പിന്റെ ചരക്കു കപ്പലായ OEL വിക്ടറിൽ നിന്നും കണ്ടെയ്നർ ഇറക്കുന്നത് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് തീരദേശ കപ്പൽ ഗതാഗത പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. റോഡിലെ തിരക്ക് കുറയ്ക്കാനും ചരക്ക് കടത്ത് സുഗമമാക്കാനും പദ്ധതി കൊണ്ട് കഴിയും. ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച സബ്സിഡി കപ്പലുടമകൾക്കും വ്യവസായികൾക്കും ഒരുപോലെ നേട്ടമാകും. കൊല്ലം ജില്ലയിലെ കശുവണ്ടി വ്യവസായ മേഖലയിലും പദ്ധതി പുത്തനുണർവ് നൽകും. കൊച്ചിയിലെയും തൂത്തുക്കുടിയിലെയും തുറമുഖങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടിയുടെ 90% ജില്ലയിലെ കശുവണ്ടി ഫാക്ടറികളിലേക്കാണ് എത്തുന്നത്. ഇനി മുതൽ കപ്പൽ മാർഗം ഇവ നേരിട്ടെത്തിക്കാൻ സാധിക്കുന്നതിനാൽ വ്യവസായികൾക്ക് വൻ സാമ്പത്തിക ലാഭത്തിനും ഇത് വഴിവെക്കും. കൊല്ലം തുറമുഖത്തു നിന്നുള്ള കയറ്റുമതിയുടെ കാര്യത്തിലും പുതിയ പദ്ധതി പ്രതീക്ഷ പകരുന്നുണ്ട്. പാചകവാതകം പോലുള്ള ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും തുറമുഖങ്ങളിലൂടെ അയക്കാൻ സാധിക്കുന്നതും പദ്ധതിയുടെ നേട്ടമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മുഴുവൻ ചരക്കുകളുടെയും നീക്കം ജലഗതാഗത മാർഗത്തിലൂടെയാക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ. അതേസമയം പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികളും രംഗത്തുണ്ട്. മത്സ്യബന്ധനത്തെ പദ്ധതി ദോഷകരമായി ബാധിക്കുമെന്നാണ് അവരുടെ ആരോപണം. മീഡിയ 1 കൊല്ലം.